ഞാൻ കൊൽക്കത്തയിലാണ്. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുകയാണ്. രാവിലെ തന്നെ വോട്ട് ചെയ്ത ഈ 3 സ്ത്രീകളും എൻ്റെ കൂടെയുണ്ട്. മാഡം, നിങ്ങളുടെ പേരെന്താണ്? നിങ്ങളുടെ പേരെന്താണ്? അനീത ഷേത്ത്. മാഡം, നിങ്ങളുടേതോ? അദിതി ശ്രോമാണി. നിങ്ങളുടേതോ? സർല മിശ്ര. അദിതി ജി, ഏതെങ്കിലും പാർട്ടിയുടെ പേര് പറയാതെ ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വലിയ വിഷയമായിരുന്നത് എന്തായിരുന്നു മാഡം? നിങ്ങൾക്ക് ഏറ്റവും വലിയ വിഷയം എന്താണ്? സമാധാനം വേണം, മറ്റൊന്നും വേണ്ട. ഇതാണ് ഏറ്റവും വലിയ വിഷയം. സമാധാനം വേണം. ഞാനൊരു ബംഗാളിയാണ്. ബംഗാളി? അതെ, ഞാൻ ബംഗാളിലാണ് സംസാരിക്കുന്നത്. ഈ അക്രമവും വഴക്കും, ലോകക്കുന്ന ഈ അക്രമവും വഴക്കും, ഇതെല്ലാം നിർത്തേണ്ടത് ആവശ്യമാണ്. ഇന്ത്യയിലും വേണം, എന്റെ സംസ്ഥാനത്തും വേണം, എന്റെ വീട്ടിലും വേണം. ഓക്കെ മാഡം, നിങ്ങൾ ശാന്തി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ശാന്തമായ അന്തരീക്ഷം ഉണ്ടായിരുന്നില്ല എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? രണ്ടും കൂടിക്കലർന്ന ഒരു കാര്യമാണ്. ശരിയാണ്. അതുകൊണ്ട് എല്ലാ രീതിയിലും എല്ലാം ശരിയാകണം. വൃത്തിയാക്കാനുള്ള സൗകര്യങ്ങളും കുറച്ചുകൂടി നന്നായിരിക്കണം. വഴികളും പരിസരങ്ങളും വളരെ വൃത്തിഹീനമാണ്. നമ്മൾക്കും ഉത്തരവാദിത്തമുണ്ട്, പൗരന്മാർക്കും ഉത്തരവാദിത്തമുണ്ട്, സർക്കാരിനുമുണ്ട്. തീർച്ചയായും ശരി. ഇതെല്ലാം ശരിയായാൽ വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ഈ ലൊക്കാലിറ്റിയിൽ അവിടുത്തെ വൃത്തിയാക്കാനുള്ള സൗകര്യങ്ങൾ നിങ്ങൾക്ക്? വൃത്തിയാക്കാൻ ആളുകൾ ദിവസവും വരുന്നുണ്ട്. പക്ഷെ കാര്യം എന്താണെന്നാൽ വൃത്തികേടായി തന്നെ കിടക്കുന്നു. പുറത്തിറങ്ങാൻ തോന്നുന്നില്ല. അപ്പോൾ കുറച്ചൊന്ന് ശരിയാകണം. അങ്ങനെയുള്ള ഒരു സൗകര്യം ഉണ്ടാകണം. ശരി. ഇൻഡോർ പോലുള്ള സ്ഥലങ്ങൾക്ക് എന്തുമാത്രം പേരാണ്. നമ്മളെക്കാൾ വളരെ ചെറുതാണത്. കൊൽക്കത്തയേക്കാൾ വളരെ ചെറുതാണ് ഇൻഡോർ. പക്ഷെ എന്താണെന്നാൽ അവിടെ അത്രയും വൃത്തി, ഇവിടെ എന്തിനാണ് ഇത്രയും വൃത്തികേട് എന്ന് മനസ്സിലാകുന്നില്ല. നേതാക്കളുടെ ക്യാമ്പയിനുകളിൽ നിങ്ങളുടെ ഈ വിഷയങ്ങളെല്ലാം പ്രതിഫലിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അതോ ഇല്ലേ? നേതാക്കൾ ഉള്ളപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും കാണുന്നില്ല, എന്തെങ്കിലും സംഭവിച്ചതായി കാണുന്നില്ല. മാം, പാർട്ടികളുടെ പേരൊന്നും പറയാതെ ഈ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ വിഷയം എന്തായിരുന്നു? നിങ്ങൾക്ക് ഏറ്റവും വലിയ വിഷയം എന്താണ്? ഒരു സമാധാനം വേണം. ഞാനും ഇതേ കാര്യം തന്നെ പറയും. എത്രമാത്രം ഭിന്നതയാണ് ഉണ്ടായിരിക്കുന്നത് അല്ലെ? ഇയാൾക്ക് അയാളെ സഹിക്കാൻ കഴിയില്ല, അയാൾക്ക് ഇയാളെ സഹിക്കാൻ കഴിയില്ല. ഇത് നേരത്തെ തന്നെ നിർത്തേണ്ടതാണ് അല്ലെ? എല്ലാം പൊരുത്തപ്പെട്ടു പോകണം. ഇപ്പൊ ആർക്കും പൊരുത്തപ്പെടാൻ കഴിയില്ല. അവന് 4 നില വീടുണ്ട്, അപ്പൊ എനിക്ക് എന്തുകൊണ്ടാണ് 4 നില ഇല്ലാത്തത്? ഞാൻ 5 നില പണിയും. ഈ മത്സരം ഒരു ആരോഗ്യകരമായ മത്സരമൊന്നുമല്ല. ആരോഗ്യകരമായ മത്സരമുണ്ട്. അവിടെ നിങ്ങൾ പഠിച്ച് വലുതാവുക, ജോലിയും കിട്ടും, എല്ലാം കിട്ടും. പഠിക്കുകയൊന്നുമില്ല. ദിവസം മുഴുവൻ കറങ്ങി നടക്കും. ഇതുകൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും പുരോഗതി ഉണ്ടാകുമോ? ഇല്ല. സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. സ്വന്തം മനസ്സിന് വികാസമുണ്ടാവാതിരിക്കുകയും വിവേകം വരാതിരിക്കുകയും ചെയ്യുമ്പോൾ സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആദ്യം സ്വയം ശരിയാകണം. നമ്മളെ കൊണ്ടാണല്ലോ സർക്കാർ. അതെ, തീർച്ചയായും. അതുകൊണ്ടാണ് നിങ്ങൾ അതിരാവിലെ വോട്ട് ചെയ്യാൻ വന്നതെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ അതിരാവിലെ വോട്ട് ചെയ്യാൻ വന്നത്. അതെ, അതിനുവേണ്ടിയാണല്ലോ വോട്ട് ചെയ്യാൻ വരുന്നത്. എല്ലാ മനുഷ്യരെയും കൊണ്ടാണല്ലോ സർക്കാർ. സർക്കാർ ഒറ്റയ്ക്ക് വേറൊരാളല്ലല്ലോ. ഞാൻ എങ്ങനെയാണോ, ഞാനും സർക്കാരിൽ പോയാൽ ഞാനും ഇങ്ങനെയാകും. അങ്ങനെയല്ലേ? ഒരുപക്ഷെ ഇതാണ് ജനാധിപത്യത്തിന്റെ ഭംഗി. ഈ ആളുകളെല്ലാം അതിരാവിലെ വന്ന് അവരുടെ വോട്ട് രേഖപ്പെടുത്തുന്നു. അവരോട് സംസാരിക്കുന്നത് വളരെ കൗതുകകരമായിരുന്നു.